അള്ളാഹുവിനോട് നന്ദിയുള്ള ഒരടിമയാകണ്ടേ ആയിഷ. അവിടെ നിന്ന് മുത്തുനബി പറഞ്ഞു കൊടുക്കുകയാണ്. പ്രവാചകൻ പിന്നെ ഇബാദത്തുകൾ അധികരിപ്പിക്കാൻ തുടങ്ങി. എല്ലാ റമളാൻ മാസത്തിലും ഒരു ഖത്തം ഓതുന്ന പ്രവാചകന് അള്ളാഹുവേ 2 പ്രാവശ്യം ജിബ്രീൽ അലൈഹിസ്സലാമിന് ഖുർആൻ ഓതിക്കൊടുത്തു. എല്ലാം അവിടെ നിന്ന് ദൗറ ചെയ്തു. എന്റെ പ്രിയമുള്ളവരെ, ഇബാദത്തുകൾ അധികരിപ്പിക്കാൻ തുടങ്ങി. പ്രവാചകന് മരണത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. അതുകൊണ്ട് പരിശുദ്ധമായ ഓരോ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോഴും സഹോദരാ, നീ പഠിക്കേണ്ട ഒരു പാഠമെന്തെന്നറിയുമോ? മുത്തുനബി പോലും പോയെങ്കിൽ ഒരു ദിവസം നീയും പോകേണ്ടവനാണ്. നീ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കൊല്ലം കൂടെ മരണത്തിലേക്ക് അടുത്തു, ഖബറിലേക്ക് അടുത്തു. അസ്റായിൽ റബ്ബിന്റെ തീരുമാനം കാത്തു നിൽക്കുകയാണ്. എപ്പോഴെവിടെ വെച്ചാ വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഒരുങ്ങിക്കോ, മരണത്തിന് വേണ്ടി തയ്യാറെടുത്തോ. അള്ളാഹുവിന്റെ മുന്നിലേക്ക് മടങ്ങാ സമയമായി. എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് പോകേണ്ടി വരും. എല്ലാ സന്തോഷങ്ങളും മാറ്റിവെച്ചിട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് ഉമ്മമാരോട്, പെങ്ങന്മാരോട്, ചെറുപ്പക്കാരോട്, വാപ്പമാരോട്, കുട്ടികളോട്, എന്നോട്, ഉസ്താദന്മാരോട്, എല്ലാവരോടും പറയുകയാ, ഒരുങ്ങിക്കോ, മരണത്തിന് വേണ്ടി തയ്യാറെടുത്തോ. മരണത്തിന് വേണ്ടി നിലവിളിക്കണ്ട, അവിടെ കിടന്ന് പൊട്ടിക്കരയണ്ട, അസ്റായിലിനോട് യാചിക്കണ്ട, എനിക്ക് സമയം താ, ഒന്നും ചെയ്തു വെക്കാൻ കഴിഞ്ഞില്ലെന്ന് കരയണ്ട. മോനെ, അതിനു വേണ്ടി അപരാധിപ്പെടണ്ട. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, ആ പേര് മറക്കാൻ കഴിയുമോ? അല്ലാഹുവേ, ഏത് ഹദീസിന്റെ കിതാബ് എടുത്താലും അബൂ ഹുറൈറ തങ്ങളുടെ പേരില്ലാത്ത ഹദീസ് കാണൂല. ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ് അബൂ ഹുറൈറ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു മരിക്കാൻ കിടക്കുകയാണ്. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. ആ സമയത്ത് വല്ലാതെ കരയുകയാ. അബൂ ഹുറൈറ തങ്ങൾ കിടന്ന് കരയുകയാ. കരയുന്നത് കണ്ടപ്പോ കാണാമെന്നവര് ചോദിച്ചു, അല്ല അബൂ ഹുറൈറ, എന്തിനാ കരയുന്നത്? മരിക്കാനുള്ള പേടി കൊണ്ടാണോ? അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, മരിക്കാനുള്ള പേടിയുണ്ടല്ല, എന്റെ കയ്യിൽ കൊണ്ടുപോകാനൊന്നുമില്ലല്ലോ. അള്ളാന്റെ മുന്നിലേക്ക് പോകുമ്പോ കൊണ്ടുപോകാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ. ഇതാരാ പറഞ്ഞതെന്നറിയോ? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ, മുത്തുനബിയതാ അവിടെന്ന് മുത്തുനബി ഉണ്ടല്ലോ. അല്ലാഹുവേ, പൂച്ചകളോട് നിങ്ങൾ കരുണ കാണിക്കണമെന്ന് പറഞ്ഞപ്പോ, അല്ലാഹുവേ പടച്ചവനെ, പൂച്ചയെ കയ്യിലെടുത്ത് വെച്ച് കളിപ്പിച്ച അബൂ ഹുറൈറ, പൂച്ചയുടെ വാപ്പെന്ന് സഹാബത്ത് വിളിച്ച, പൂച്ചയുടെ വാപ്പ എന്ന് അബൂ ഹുറൈറ, പൂച്ചയുടെ വാപ്പ എന്ന് സഹാബത്ത് വിളിച്ചിരുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് പറയുകയാ, ഞാൻ യാത്രയ്ക്ക് തുടങ്ങാൻ പോവുകയാണ്. ഒരിക്കലും അവസാനിക്കാത്ത ഒരു യാത്ര തുടങ്ങാൻ പോവുകയാണ്. എന്റെ കയ്യിലില്ലല്ലോ, അമല് കുറവാണല്ലോ. അബൂ ഹുറൈറ തങ്ങൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, ഈ സദസ്സിലിരിക്കുന്നവരെ, ഞാനും മരണത്തിലേക്ക് 33 വർഷം കഴിഞ്ഞു. ഞാനും അടുത്തിരിക്കുകയാണ്, നിങ്ങളും അടുത്തിരിക്കുകയാണ്. കൊണ്ടുപോകാൻ നിന്റെ കയ്യിൽ എന്തുണ്ട്? കൊണ്ടുപോകാൻ എന്ത് കരുതി വെച്ചിട്ടുണ്ട്? സഹോദരിമാരോട് സ്നേഹത്തോട് ചോദിക്കുകയാ, ഇന്ന് രാത്രി മരിച്ചാ സ്വർഗം കിട്ടാൻ എന്തുണ്ടുമ്മ? ഇന്ന് രാത്രി നിങ്ങൾ ആരെങ്കിലും മരിച്ചു പോയാൽ സ്വർഗം കിട്ടാൻ നിന്റെ കയ്യിൽ ഒരമല് പറ. നിന്റെ കയ്യിൽ ഇരുന്നതും അല്ലാഹു സ്വീകരിച്ചെന്ന് പറയാൻ എന്ത് കഴിവാ നമുക്കുള്ളത്? എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് പറയുകയാ, ഒരുങ്ങിക്കോ. റബീഉൽ അവ്വൽ വരുമ്പോ മുത്തുനബി വഫാത്തായ മാസം കൂടെയാണല്ലോ. അതേ ദിവസമല്ലേ മുത്തുനബിയും യാത്രയായത്. ഈ പ്രായമുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ആ ഓർമ്മ നിനക്കും വേണം. പ്രവാചകൻ പോയെങ്കിൽ പിന്നെ നീ ആരാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ 11 അല്ലാഹുവിന്റെ പ്രവാചകൻ രോഗം പിടിച്ച് കിടക്കുകയാണ്.
മുത്തുനബി രോഗം പിടിച്ച് കിടക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ രോഗം പിടിച്ച് കിടക്കുമ്പോ അള്ളാന്റെ റസൂൽ അള്ളാഹുവേ എല്ലാ ഭാര്യമാരെയും വിളിച്ചുകൂട്ടി പ്രവാചകൻ അവിടെ നിന്ന് ഉപദേശങ്ങൾ കൊടുത്തു. കുടുംബക്കാരെ വിളിച്ചുകൂട്ടി ഉപദേശം കൊടുത്തു. എല്ലാം അള്ളാന്റെ റസൂല് ചെയ്തു. എന്റെ പ്രിയമുള്ളവരെ, അവസാനം അള്ളാഹുവിന്റെ പ്രവാചകൻ ആയിഷ ബീവിയുടെ വീട്ടിൽ കിടക്കുകയാ. മുത്തുനബി രോഗം പിടിച്ച് കിടക്കുമ്പോ മുത്തുനബിയെ കാണാൻ ഫാത്തിമ എന്ന പൊന്നുമോള് വരികയാണ്. വാപ്പയെ കാണാമെന്നപ്പോ ഫാത്തിമ വല്ലാതെ നിലവിളിക്കുകയാണ്. വാപ്പയുടെ അവസ്ഥ കണ്ടിട്ട് പൊട്ടിക്കരയുകയാണ്. പൊന്നുമോൾ അടുത്ത് വന്നപ്പോ റസൂലുള്ള അടുത്ത് വിളിച്ചു, ഫാത്തിമ വാമോൾ. എല്ലാരും ഇങ്ങനെ നിൽക്കുമ്പോ പ്രവാചകൻ ഫാത്തിമ ബീവിയുടെ ചെവിയിൽ ഒരു രഹസ്യം പറഞ്ഞു കൊടുത്തു. എന്തേ രഹസ്യമെന്നറിയോ? ഫാത്തിമ, വാപ്പയുടെ മരണമെടുത്തു. ഫാത്തിമ, അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുത്തു മകളോട്, ഉപ്പ പോകുകയാണ്, ഉപ്പാടെ മരണം അടുത്തെന്ന് തോന്നുന്നു മോളെ. എല്ലാ വർഷവും റമളാനിൽ ഞാൻ ഒരു പ്രാവശ്യമാണ് ഖുർആൻ ജിബ്രീലിനെ ഓതി കേൾപ്പിക്കുന്നത്. ഈ പ്രാവശ്യം ഞാൻ 2 പ്രാവശ്യം ഓതി കേൾപ്പിച്ചു. അതുകൊണ്ട് വാപ്പയുടെ മരണം അടുത്തിട്ടുണ്ട്. എന്റെ പൊന്നുമോള് കരയരുതേ. അള്ളാന്റെ റസൂല് ഫാത്തിമ ബീവിയുടെ ചെവിയിലെ രഹസ്യം പറയുമ്പോ മുത്തുനബിയുടെ പൊന്നുമോള് പൊട്ടിക്കരയുകയാ. അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോള് വല്ലാതെ കരഞ്ഞു. ഫാത്തിമയെ രണ്ടാമതും അടുത്ത് വിളിച്ചു. എന്നിട്ട് മുത്തുനബി പറഞ്ഞു, കരയല്ലേ ഫാത്തിമ, എന്റെ കുടുംബത്തിൽ നിന്ന് എന്റെ പുറകെ ആദ്യം വരുന്നത് നീയാട്. പൊന്നുമകളോട് പറഞ്ഞു കൊടുത്തു, പാപ്പ പോയാ തൊട്ടു പുറകിൽ നീയുണ്ട് ഫാത്തിമ. എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം എന്റെ പുറകിൽ വരുന്നത് നീയാണ് ഫാത്തിമ. പാപ്പ പൊന്നാര മകളുടെ ചെവിയിൽ മരണം പറയുമ്പോ ഫാത്തിമ ചിരിക്കുകയാ. അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോള് മരിക്കുമെന്ന് പറഞ്ഞപ്പോ ചിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ആ രഹസ്യം ആരും അറിഞ്ഞില്ല. പലരും ചോദിച്ചു പറഞ്ഞു കൊടുത്തില്ല. പക്ഷേ പിന്നീട് ആദ്യം വഫാത്തായത് ഫാത്തിമ ബീവിയാണ്. അപ്പോഴാണ് ആ സംഭവം മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, റബീഉൽ അവ്വൽ 11 അള്ളാഹുവിന്റെ പ്രവാചകൻ രോഗം പിടിച്ചിട്ട് വീടിന്റെ അകത്ത് കിടക്കുകയാ. ബോധമില്ല. റസൂലുള്ള തളർന്നു കിടക്കുകയാണ്. പെട്ടെന്നാണ് പ്രവാചകൻ അവിടെ നിന്ന് ബോധം തിരിച്ചു വന്നത്. അള്ളാഹുവിന്റെ റസൂല് വിളിച്ചു, ആയിഷ, പെട്ടെന്ന് ഓടിവാ ആയിഷ. ആയിഷ ബീവിയെ മുത്തുനബി വിളിക്കുകയാണ്. ഓടിവാ ആയിഷ, ഓടിവാ ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പ്രവാചകന്റെ മുന്നിലെത്തി. മുത്തുനബി പറഞ്ഞു, ആയിഷ, ഇന്ന സ്ഥലത്ത് കുറച്ച് ദിർഹം ഇരിക്കുന്നുണ്ട്. 6-7 ദിർഹം പ്രവാചകന്റെ വീടിന്റെ അകത്തുണ്ട്. മുത്തുനബി പറഞ്ഞു എടുത്തുകൊണ്ടുവരാറ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ആ തുച്ഛമായ ദിർഹം എടുത്തുകൊണ്ട് പ്രവാചകന്റെ കയ്യിൽ വെച്ചപ്പോ റസൂലുള്ള കരയുകയാ. മുത്തുനബി കരയുകയാ. എന്തിനാ നബിയെ കരയുന്നത്? ഇതെന്റെ വീടിന്റെ അകത്തിരിക്കുന്ന സമയത്ത് ഞാനങ്ങ് മരിച്ചുപോയാ. ഈ ദിർഹം എന്റെ വീടിന്റെ അകത്തിരിക്കുന്ന സമയത്താണ് ഞാൻ മരിച്ചു പോകുന്നതെങ്കിൽ എന്ത് കണക്ക് ഞാൻ അല്ലാഹുവോട് പറയും ആയിഷ? അതുകൊണ്ട് ഇത് പാപങ്ങൾക്ക് കൊണ്ടുകൊടുക്ക്, ഇത് പാപങ്ങൾക്ക് കൊണ്ടുകൊടുക്ക്, പെട്ടെന്ന് കൊണ്ടുപോവാ ആയിഷ. പ്രവാചകൻ ആയിഷ ബീവിയെ പറഞ്ഞു വിട്ടു, റബ്ബേ, പാപങ്ങൾക്ക് സദഖ കൊടുക്കാൻ 5 നയാ പൈസ ഇല്ല വാപ്പാ. റബീഉൽ അവ്വൽ 11 മുത്തുനബിയുടെ വീടിന്റെ അകത്ത് വിളക്ക് കത്തിച്ചില്ല. റബീഉൽ അവ്വൽ 11 അള്ളാന്റെ റസൂലിന്റെ വീടിന്റെ അകത്ത് വിളക്ക് കത്തിച്ചില്ല. പ്രവാചകൻ ചോദിച്ചു, ആയിഷ, എന്തേ വിളക്ക് കത്തിക്കാത്തത്? എന്തേ ആയിഷ വിളക്ക് കത്തിക്കാത്തത്? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മിണ്ടാതെ മാറി നിൽക്കുകയാ. കാരണം എന്തെന്നറിയോ? വിളക്കിന്റെ അകത്തൊഴിക്കാൻ എണ്ണയില്ല. മുത്തുനബിയുടെ വീടിന്റെ അകത്ത് മരിക്കുന്നതിന്റെ തലേ ദിവസം വിളക്കിന്റെ അകത്ത് ഒഴിക്കാൻ എണ്ണ പോലുമില്ല. പറഞ്ഞ മുത്തുനബിയുടെ മനസ്സ് വേദനിക്കുമെന്ന് കരുതിയിട്ട് മിണ്ടാതെ മാറി നിന്നു. റസൂലുള്ള രണ്ടാമതും വിളിച്ചു, ആയിഷ,
എന്തേ വിളക്ക് കത്തിക്കാത്തത്? പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മുത്തുനബിയെ, എണ്ണയില്ല നബിയെ, ഈ വീടിന്റെ അകത്ത് വിളക്കിന്റെ അകത്തൊടിക്കാനുള്ള എണ്ണ പോലും ഇല്ല നബിയെ. അള്ളാന്റെ റസൂല് മറ്റുള്ള ഭാര്യമാരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അവിടെ നിന്ന് കിട്ടിയ എണ്ണ കൊണ്ടാണ് മുത്തുനബിയുടെ വീടിന്റെ അകത്ത് വിളക്ക് കത്തിച്ചത്. എന്റെ പ്രിയമുള്ളവരെ, റബീഉൽ അവ്വൽ 12 സുബഹിക്ക് ബാങ്ക് വിളിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകന് പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ പ്രവാചകൻ പറഞ്ഞു, ആയിഷ, ആ കർട്ടനൊന്നു മാറ്റാ ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കർട്ടൻ മാറ്റുകയാണ്. മുത്തുനബി സ്വഹാബികളെ നോക്കി. അബൂബക്കർ തങ്ങൾ ഇമാമത്ത് നിൽക്കുന്നുണ്ട്. സ്വഹാബികൾ എല്ലാവരും പുറകിൽ നിന്ന് നിസ്കരിക്കുന്നുണ്ട്. പ്രവാചകൻ ഓരോ സ്വഹാബിയും നോക്കി, ഓരോ സഹാബിയെയും നോക്കി. സലാം വീട്ടാ സമയമായപ്പോ പ്രവാചകൻ പറഞ്ഞു, ആയിഷ, കട്ടന് തിരിച്ചിട്. എന്റെ പ്രിയമുള്ളവരെ, റബീഉൽ അവ്വൽ 12 രാവിലെ പ്രവാചകന്റെ രോഗത്തിന് നല്ല ശമനം വന്നു. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കാണാമെന്നു. പ്രവാചകന്റെ രോഗം കുറഞ്ഞെന്ന് പറഞ്ഞ അബൂബക്കർ തങ്ങളുടെ യാത്ര തുടങ്ങി. എന്റെ പ്രിയമുള്ളവരെ, കുറെ സമയം കഴിയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന് പെട്ടെന്ന് പനിയങ്ങു കൂടുകയാണ്. റബ്ബേ, രോഗമങ്ങു കൂടി. പ്രവാചകനതാ വീടിന്റെ അകത്ത് തളർന്നു കിടക്കുകയാ. ആയിഷ ബീവി ഇരുന്ന് കരയുന്നുണ്ട്. ഫാത്തിമ ബീവി ഇരുന്ന് കരയുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ കിടക്കുകയാണ്, തളർന്നു ഉറങ്ങുകയാണ്. ആ സമയത്താണ് വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുന്നു. അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. വീടിന്റെ കവാടത്തിൽ വന്ന് നിന്നാരോ സലാം പറയുകയാ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കുടുംബമേ, വാതിലൊന്ന് തുറക്കുവോ, വാതിലൊന്ന് തുറക്കുവോ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ കവാടത്തിൽ വന്ന് സലാം പറയുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വിളിച്ചു പറയുകയാ, എന്റെ വാപ്പയ്ക്ക് സുഖമില്ല, എന്റെ വാപ്പ തളർന്നു കിടക്കുകയാ, നിങ്ങൾ പോയിട്ട് പിന്നെയൊന്ന് വരുവോ, പോയിട്ട് പിന്നെയൊന്ന് വരുവോ? ഫാത്തിമ ബീബി വിളിച്ചു പറഞ്ഞു, പടച്ചവരെ, കുറെ സമയം കഴിഞ്ഞു. രണ്ടാമതും വീടിന്റെ കവാടത്തിൽ അതേ മനുഷ്യൻ തന്നെ സലാം പറയുകയാ. അപ്പോഴും ഫാത്തിമ പറഞ്ഞു, എന്റെ ഉപ്പയ്ക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല, എന്റെ ഉപ്പ രോഗം പിടിച്ച് കിടക്കുകയാ, തളർന്നു കിടന്ന് ഉറങ്ങുകയാ, നിങ്ങൾ പോയിട്ട് പിന്നെയൊന്ന് വരുവോ? അല്ലാഹുവേ, കുറച്ച് സമയം കഴിഞ്ഞു. മൂന്നാമതും വീടിന്റെ കവാടത്തിൽ അസ്സലാമു അലൈക്കും യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. വീടിന്റെ മുന്നിലതാ സലാം പറയുന്നത് കേൾക്കുമ്പോ മുത്തുനബി പറഞ്ഞു, മോളെ ഫാത്തിമ, വാതില് തുറക്കുമോളെ, വാതില് തുറക്കുമോളെ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വാതില് തുറക്കുകയാ. ആരാ കടന്നു വന്നതെന്നറിയോ? മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വന്ന് സലാം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അസ്റായീലേ, എന്നെ കാണാമെന്നതാണോ? എന്നെ കാണാമെന്നതാണോ? യാ റസൂലല്ലാഹ്, അങ്ങനെ വാദം തന്നാൽ അങ്ങയുടെ റൂഹ് പിടിക്കാൻ അല്ലാഹു പറഞ്ഞു വിട്ടതാ, ഇല്ലെങ്കിൽ സന്ദർശിച്ചു മടങ്ങാമെന്നതാണ്. മുത്തുനബി അവിടെ അനുവാദം കൊടുക്കുകയാ. അസ്റായീലേ, എന്റെ റൂഹ് പിടിച്ചു അസ്റായീൽ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൂഹ് പിടിക്കാൻ അസ്റായീൽ തുടങ്ങി. പടച്ചവരെ, മുത്തുനബി കിടന്നു പിടയുകയാ. മുത്തുനബി കരയാൻ തുടങ്ങി. മരണവേദന സഹിക്കാൻ കഴിയാതെ പ്രവാചകന് പിടയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, അസ്റായീലേ, ഒന്ന് പതുക്കെ പിടിക്കുമോ അസ്റായീൽ? എനിക്ക് വേദനിക്കുന്നു അസ്റായീൽ, എനിക്ക് വേദനിക്കുന്നു അസ്റായീൽ, ഒന്ന് പതുക്കെ പിടിക്ക അസ്റായീൽ. മുത്തുനബി എവിടെന്ന് പറയുമ്പോ അസ്റായീൽ എന്ന മലക്ക് കരയുകയാ.
അസ്റായീൽ എന്ന മലക്ക് കരയുകയാ, യാ റസൂലല്ലാഹ്, ഇന്ന് വരെ ഒരാളുടെ റൂഹ് പിടിച്ചപ്പോഴും എന്റെ കൈ വിറച്ചിട്ടില്ല നബിയേ. ഇന്ന് വരെ ഒരാളുടെ റൂഹ് പിടിക്കുമ്പോഴും എന്റെ കൈ വിറച്ചിട്ടില്ല നബിയേ. ഇന്നെന്റെ കൈ വിറയ്ക്കുന്നു നബിയേ. ഇതിനെക്കാളും മയമായി പിടിക്കാൻ, ഇതിനെക്കാളും മയമായിട്ട് പിടിക്കാ എനിക്കറിയില്ല നബിയേ. അസ്റായീൽ പോലും കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് ചരിത്രം പറയുന്നു, മുത്തുനബി എഴുന്നേക്കും തിരിച്ചു കിടക്കും, മുത്തുനബി എഴുന്നേക്കും തിരിച്ചു കിടക്കും. റസൂലുള്ള മരണവേദന സഹിക്കാൻ കഴിയാതെ പിടയുന്നത് കണ്ടപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വാപ്പയുടെ ചാരത്തിരുന്നിട്ട് ഫാത്തിമ ബീബി ഉപ്പാടെ ശരീരം ഇങ്ങനെ തടകുകയാ. ചൂടുവെള്ളത്തിൽ തുണി മുക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മുത്തുനബിയുടെ തലയെടുത്തും മടിയിൽ വെച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? ഈ സദസ്സിലിരിക്കുന്നവർക്ക് പഠിക്കാൻ പറയുകയാ. തന്റെ വീടിന്റെ അകത്തിരുന്ന അവസാനത്തെ ഒരു രൂപ പോലും സദക്ക കൊടുത്ത മുത്തുനബി ഉണ്ടല്ലോ, ആ റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷ ബീവിയോട് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോ? ആയിഷ, ഇന്നലിൽ മൗത്ത് ലസകറാ, മരണത്തിന് വല്ലാത്ത വേദനയായിഷ, മരണത്തിന് വല്ലാത്ത വേദനയായിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ. മുത്തുനബി അവിടെന്ന് ഉപദേശിച്ചു കൊടുത്തു. മുത്തുനബിയുടെ മുഖം ഇങ്ങനെ വെള്ളം കൊണ്ട് തടകുകയാണ്. പ്രവാചകൻ ഇങ്ങനെ ചെറുതായിട്ട് എഴുന്നേറ്റു. ആയിഷാ ബീവിയുടെ നെഞ്ചിലിങ്ങനെ ചാരിയിരിക്കുകയാണ്. മുത്തുനബി തന്നെ വെള്ളം കോരി മുഖത്തെ കുടിക്കുകയാണ്. പടച്ചവരെ, ആ സമയത്താണ് ഒരു സ്വഹാബി കടന്നു വരുന്നത്. അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സ്വഹാബി ഉണ്ടല്ലോ, മുത്തുനബിയുടെ വീട്ടിലേക്ക് കയറി വന്നു. പ്രവാചകൻ ആയിഷാ ബീവിയുടെ മുഖത്ത് നോക്കി, ആ സ്വഹാബിയുടെ കയ്യിൽ നോക്കി. ഒരു മിസ്വാക്ക് ഇരിക്കുന്നുണ്ട്. ആയിഷാ ബീവിക്ക് മനസ്സിലായി പ്രവാചകന് പല്ല് തേക്കാൻ ആഗ്രഹമുണ്ട്. കൂടപ്പറപ്പിന്റെ കയ്യിൽ നിന്ന് മിസ്വാക്ക് വാങ്ങിയിട്ട് പ്രവാചകന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. പക്ഷേ റസൂലുള്ളാഹിന്റെ കൈ അനങ്ങുന്നില്ല. സ്വന്തമായിട്ട് പല്ല് തേക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ ആയിഷാ ബീവിയുടെ മുഖത്ത് നോക്കുമ്പോ ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ ആ മിസ്വാക്ക് എടുത്തിട്ട് മുത്തുനബി അതാ തന്റെ വായ്ക്കകത്ത് വെച്ച് കടിക്കുകയാ. മിസ്വാക്ക് എടുത്ത് തന്റെ വായ്ക്കകത്ത് വെച്ച് കടിച്ചു പാകമാക്കി. എന്നിട്ട് റബ്ബേ, തന്റെ ഭർത്താവിനെ നെഞ്ചിലിങ്ങനെ ചാരിക്കടന്നു. അല്ലാഹുവിന്റെ റസൂൽ ആയിഷാ ബീവിയുടെ നെഞ്ചത്തിങ്ങനെ ചാരിക്കടക്കുമ്പോ ഉമ്മ കുഞ്ഞുങ്ങളുടെ പല്ല് തേച്ച് കൊടുക്കുന്നത് പോലെ മഹദി ആയിഷ പട്ടിണി കിടന്ന ആയിഷ, തിന്നാ ഭക്ഷണമില്ലാത്തപ്പോഴും മുത്തുനബിയുടെ തലയിൽ തലോടിക്കൊണ്ട് കൂടെ കിടന്ന ആയിഷ, ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ മുത്തുനബിക്ക് പല്ല് തേച്ച് കൊടുക്കുകയാ. അതാടാ മോനെ, അതാടാ ചെറുപ്പക്കാരാ, പഠിക്കണം പെങ്ങള്, പഠിക്കണം പെങ്ങള്. അന്ന് ആയിഷാ ബീവിക്ക് 50 വയസ്സില്ല, 10 16 വയസ്സേ ഉള്ളെന്ന് ചരിത്രം പറയുന്നു. 20 വയസ്സിന്റെ താഴെ മാത്രമാണെന്ന് ആയിഷയ്ക്ക് പ്രായം. ആയിഷാ ബീവിക്ക് മനസ്സിലായി എന്തിനാണ് തന്റെ ഭർത്താവ് നോക്കിയതെന്ന്. അല്ലാഹുവിന്റെ പ്രവാചകന് വഫാത്തായപ്പോ അവസാനമായിട്ട് പ്രവാചകന്റെ തൊണ്ടയ്ക്ക് താഴെ പോയത് സംസം വെള്ളമല്ല.
ആയിഷാ ബീവി പറയുന്നുണ്ട്, ഞാൻ എത്ര വലിയ ഭാഗ്യവതിയാ, ഞാൻ എത്ര വലിയ ഭാഗ്യവതിയാ. ആയിഷാ ബീവിക്ക് മക്കളില്ലായിരുന്നു. അല്ലാഹ് ആയിഷാ ബീവിക്ക് മക്കൾ കൊടുത്തില്ല. ആയിഷാ ബീവി പറയുന്നു, എന്നെക്കാളും ഭാഗ്യമുള്ള ഒരാളുമില്ല. കാരണം മുത്തുനബി കടന്ന് വഫാത്തായത് എന്റെ മടിത്തട്ടിലാ. മുത്തുനബിയുടെ തൊണ്ടയ്ക്ക് താഴെ അവസാനം ഇറങ്ങിയത് എന്റെ ഉമ്മനീരാ, എന്റെ ഉമ്മനീരാ. മിസ്വാക്ക് വായിക്കകത്ത് വെച്ച് ചവച്ചരച്ചിട്ടാ മിസ്വാക്കാണ് തേച്ചു കൊടുത്തത്. അള്ളാന്റെ റസൂല് തുപ്പിയില്ലാതെ വിഴുങ്ങി, മുത്തുനബി അവിടെ നിന്ന് വിഴുങ്ങി. പെങ്ങളെ പെങ്ങളെ നീ പഠിക്കണം പൊന്നുമോളെ. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ ഒരു ഗ്ലാസ് പാല് കയ്യിൽ കിട്ടിയപ്പോ ആയിഷയോട് പറഞ്ഞു, കുടിക്ക ആയിഷ. ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ കുടിച്ചിട്ട് തിരിച്ചു കൊടുത്തപ്പോ മുത്തുനബി നോക്കുകയാണ്. ആ ക്ലാസിന്റെ ചുറ്റുഭാഗം മുഴുവനും തെരഞ്ഞു നോക്കി. ആയിഷാ ബീവി ചോദിച്ചു, എന്തേ നബിയെ തെരയുന്നത്? മോളെ, നിന്റെ ചുണ്ടു വെച്ച സ്ഥലം തിരയുകയാ. നീ എവിടെയാണ് ചുണ്ടു വെച്ച് കുടിച്ചതെന്ന് തിരയുകയാ. അള്ളാന്റെ റസൂല് കണ്ടെത്തി. മുത്തുനബി ആയിഷാ ബീവി കുടിച്ച അതേ സ്ഥലത്ത് ചുണ്ടു വെച്ചിട്ട് പാല് കുടിച്ചെന്ന ചരിത്രം പറയുമ്പോ ആയിഷാ ബീവിയുടെ ഉമ്മനീര് മുത്തുനബിയുടെ അവസാനമായി തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങി. എന്റെ പ്രിയമുള്ള സഹോദരാ, റൂഹ് പിടിച്ച് അവസാനം തന്റെ നെഞ്ചിന്റെ ഭാഗമെത്തി. ആ സമയത്ത് റബ്ബേ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വളർത്തുമകന് സെയ്ദ് റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയുടെ കൂടെ ചെറുപ്രായത്തിൽ കിട്ടിയതാണ്. ഖദീജ ബീവി വിവാഹം കഴിച്ചപ്പോൾ കിട്ടിയതാണ്. ആ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ വീടിന്റെ കവാടത്തിൽ ഇങ്ങനെ വന്നപ്പോ മുത്തുനബിയുടെ കൈയനങ്ങുകയാ. മുത്തുനബിയുടെ കൈയനങ്ങുകയാ. എന്തിനാ കൈയനങ്ങിയതെന്നറിയോ? അള്ളാന്റെ റസൂൽ ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നു, മോനെ സെയ്ദേ, എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യ് മോനെ. മരണത്തിന് വല്ലാത്ത വേദനയാണ്, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ഒന്ന് ദുആ ചെയ്യണേ എന്ന് മുത്തുനബി പോലും ഇങ്ങനെ ആംഗ്യം കാണിച്ചു. അവസാനം റബ്ബേ, റസൂലുള്ളാഹിന്റെ ചുണ്ടുകൾ ചലിച്ചു. പ്രവാചകൻ ഈ ലോകത്തോട് യാത്ര പറയുകയാ, ഈ ലോകത്തോട് യാത്ര പറയുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ അകത്തൊരു വല്ലാത്ത തേങ്ങല് കേട്ടു. മുത്തുനബിയുടെ വീടിന്റെ അകത്ത് വല്ലാത്ത തേങ്ങല് കേട്ടു. സുബ്ഹാനല്ലാഹ്, മദീനയുടെ മണൽത്തരികൾ പോലും കരയുകയാ. മദീനയുടെ മണൽത്തരികൾ പോലും, പടച്ചവരെ, വൃക്ഷങ്ങൾ പോലും, ഇലകൾ പോലും മദീനയിൽ വല്ലാത്ത ഒരു തേങ്ങല് കേൾക്കുകയാണ്. കാട്ടുതീ പടരുന്നത് പോലെ, കാട്ടുതീ പടരുന്നത് പോലെ റബ്ബേ, മദീന മുഴുവനും പ്രവാചകന്റെ മരണമങ്ങ് വഫാത്തങ്ങ് പരക്കുകയാ. പടച്ചവനെ, പിന്നെ പറയേണ്ടതില്ലല്ലോ, പിന്നെ പറയാൻ കഴിയില്ല. അവിടെ നടന്ന സംഭവങ്ങൾ പറയാനുള്ള ധൈര്യം നമുക്കില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, ഞാനും നിങ്ങളും ഒരു ദിവസം പോകേണ്ടവരാ. മുത്തുനബി പോലും ആയിഷാ മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷാ. മുത്തുനബി പോലും കരഞ്ഞുകൊണ്ട് പറഞ്ഞു പോയെങ്കില്, അല്ലാഹുവേ, നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല തമ്പുരാന്. നിങ്ങളുടെ മരണവേദന നീ കുറച്ചു തരണേ അല്ലാ, നീ ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്ത പാപത്തിന്റെ പേരില് ഞങ്ങളുടെ ആഖിബത്ത് നീ മോശമാക്കല്ലേ അല്ലാ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത്, എന്റെ പ്രിയമുള്ളവരെ, വാക്കി പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. പിന്നെ മദീനത്ത് നടന്ന രംഗങ്ങൾ പറയാൻ നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല. അത് വായിച്ചെടുക്കുമ്പോഴേ നമ്മുടെ കണ്ണുകൾ നിറയും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാവരും ഒരു ദിവസം പോകേണ്ടവരാ. ഞാനാണോ നിങ്ങളാണോ? ചിലപ്പോൾ നിങ്ങളാകാം, ചിലപ്പോൾ ഞാനാകാം. ആരാ ആദ്യം പോകുന്നത് എന്ന് പറയാൻ നമുക്കറിയില്ലല്ലോ. അല്ലാഹുവല്ലേ തീരുമാനിക്കുന്നത്. പക്ഷെ എപ്പോഴാണെങ്കിലും, ആദ്യമാണെങ്കിലും ശേഷമാണെങ്കിലും, എപ്പോൾ മരിച്ചാലും ഈമാനോടുകൂടിയുള്ളൊരു മരണം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.